അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലെറ്റർ പി. വിഷയം അതിരുകടക്കുന്ന ലൈംഗിക അരാജകത്വം പഠനശാലകൾ പോലും ഉപകേന്ദ്രങ്ങളായി മാറുമ്പോൾ. അതിരുകടക്കുന്ന ലൈംഗിക അരാജകത്വം പഠനശാലകൾ പോലും ഉപകേന്ദ്രങ്ങളായി മാറുമ്പോൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാംസ്കാരിക പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവരാണ് നാം. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമുദായത്തിൽ സാംസ്കാരിക മൂല്യങ്ങളും ധാർമ്മിക ബോധങ്ങളും നാം നാളിതുവരെ കാത്തു സൂക്ഷിച്ചു വരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാംസ്കാരിക അപജയങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. സമൂഹമെന്ന വിശാല ആശയത്തിൽ നിന്നും മനുഷ്യൻ ഞാനെന്ന സ്വാർത്ഥതയിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ ശരീരത്തിനടിമപ്പെട്ട്, തൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകൾക്കടിമപ്പെട്ട് സുഖാസ്വാദനങ്ങളിലൂടെ ജീവിക്കുക എന്ന ആശയം നമ്മുടെ സമൂഹത്തിൽ വേരുപടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൺപെൺ ലൈംഗികതകൾക്കപ്പുറം മഴവിൽ വർണ്ണങ്ങളുടെ മറവിൽ എണ്ണമറ്റ ലൈംഗിക വീഴ്ചകളെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് തീർച്ചയായും നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് അതിരുകടക്കുന്ന ലൈംഗിക അരാജകത്വം വിദ്യാലയങ്ങൾ പോലും ഉപകേന്ദ്രമായി മാറുന്നു എന്നുള്ളത്. എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന തീർത്തും യുക്തിരഹിതമായ അധാർമികമായ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാല യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലൈംഗിക ബന്ധങ്ങളെ, അസാംസ്കാരിക ലൈംഗിക ബന്ധങ്ങളെ നിയമത്തിന്റെ പരിരക്ഷ നൽകുന്നതിലൂടെ അതിനെ നിയമവിധേയമാക്കിക്കൊണ്ടുള്ള കോടതി വിധി പ്രസ്താവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹബന്ധങ്ങൾക്കപ്പുറമുള്ള ബന്ധങ്ങളെ നിയമവൽക്കരിക്കുന്നതിലൂടെ, സ്വർഗരതി അടക്കമുള്ള അസാംസ്കാരിക ലൈംഗിക ബന്ധങ്ങളെ അനുവദനീയമാക്കുന്നതിലൂടെ, സെക്സ് വർക്കേഴ്സ് എന്ന പേര് നൽകി വേശ്യാവൃത്തിക്ക് മാന്യത കൽപ്പിക്കുന്നതിലൂടെ ലൈംഗിക അരാജകത്വത്തിന് വേദികളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കോടതികൾ. സമൂഹത്തിന്റെ ലൈംഗിക സദാചാരത്തെ ഉടച്ചു പാർക്കുക, നമ്മുടെ സമൂഹത്തിലെ ലൈംഗിക സദാചാരത്തെ ഉടച്ചു പാർക്കുക, കുടുംബമെന്ന സാമൂഹിക ഘടനയെ തച്ചു തകർക്കുക എന്ന സ്വപ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള സ്വതന്ത്ര ചിന്തകരും ലിബറൽ വാദികളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യർ പോലും കേൾക്കാൻ അറക്കുന്ന ഇൻസെസ്റ്റ് അഥവാ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ പരസ്പരം സമ്മതത്തോടുകൂടെയാണെങ്കിൽ എതിർക്കപ്പെടേണ്ടതില്ലെന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് കേരളത്തിൽ നാസ്തികർ നടത്തിയ ലിറ്റ്മസ് കോൺഫറൻസിലൂടെയാണ്. പ്രായപൂർത്തിയായവർ പരസ്പരം സമ്മതത്തോടുകൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരെ തടയേണ്ടതില്ലെന്ന കോടതി പ്രസ്താവന അക്ഷരാർത്ഥത്തിൽ ലൈംഗിക അരാജകത്വത്തിന് ചൂട്ടുപിടിക്കുന്നതാണ്. എന്നാൽ ധാർമ്മിക ബോധവും സാംസ്കാരിക മൂല്യങ്ങളും പകർന്നു നൽകേണ്ട വിദ്യാലയങ്ങൾ പോലും ഇന്ന് ഇത്തരം അരാജകത്വത്തിൻ്റെ മുഖംമൂടികൾ പേറിയ വെറും വസ്തുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം ലിബറലിസം എന്ന മലീമസമായ ആശയങ്ങൾ വിദ്യാർത്ഥികളിൽ അവർ പോലും അറിയാതെ സന്നിവേശിപ്പിക്കാനുള്ള അജണ്ടകൾ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. SSCRT തയ്യാറാക്കിയ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ചട്ടക്കൂടിൽ നമുക്ക് കാണാൻ സാധിക്കും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുക എന്ന് തുടങ്ങിയ നിയമനിർദ്ദേശങ്ങൾ ഈ സമൂഹത്തിൽ നടപ്പിലാക്കണമെന്ന് അവർ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും ഈ സമൂഹത്തിൻ്റെ ഘടനയെ തന്നെ ബാധിക്കുന്നതാണ്. അശാസ്ത്രീയവും ഒരിക്കലും പ്രയോഗവൽക്കരിക്കപ്പെടാനും പറ്റാത്ത ലിംഗസമത്വം എന്ന ആശയം ഈ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ബോയ്സ് സ്കൂൾ, ഗേൾസ് സ്കൂൾ എന്നിവ ഒഴിവാക്കി മറിച്ച് എല്ലാവരും മിക്സഡ് സ്കൂൾ പഠിക്കണമെന്ന ബാലാവകാശത്തിൻ്റെ മുറവിളികൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന NSS ക്യാമ്പുകളിൽ പരിശോധിച്ചാൽ അവിടെ ഇത്തരം പ്രൊപഗണ്ടകൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് വിദ്യാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഇത്തരം വിദ്യാലയ മുറ്റങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ അവർ ഈ സമൂഹത്തിൽ നൽകുന്ന പാഠമെന്ത് എന്നുള്ളത്. രാഷ്ട്രീയതയ്ക്കും അതുപോലെ തന്നെ
അരാഷ്ട്രീയതയ്ക്കും അരുതായ്മകൾക്കെതിരെയും ശബ്ദിക്കേണ്ട, അതിനു വേണ്ടി പോരാടേണ്ട വിദ്യാർത്ഥി സംഘടനകൾ, വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പക്ഷേ ഇന്ന് തീർച്ചും വിരോധാഭാസമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. സാമൂഹിക ജീവിതത്തെ അരാജകമാക്കുന്ന, സദാചാര മേഖലകളിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന, ധാർമ്മിക മൂല്യങ്ങളുടെ വേരുകൾ അറുത്തു കളയുന്ന ആശയങ്ങളാണ് ഇന്ന് വിദ്യാർത്ഥികളിലേക്ക് അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളവർമ്മ കോളേജിലെ നവാതകർക്ക് സ്വാഗതമോദിക്കൊണ്ടുള്ള ബോർഡുകൾ, അശ്ലീല ബോർഡുകൾ പ്രത്യക്ഷമാക്കിയത് ഇത്തരം തുണിയഴിക്കൽ പ്രസ്ഥാനങ്ങളിലൂടെയാണ്. ലൈംഗികതയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന പ്രസ്ഥാനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ പെട്ടെന്നുള്ള മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. കോളേജുകൾക്ക് മുമ്പിൽ വിവസ്ത്രയായ സ്ത്രീകളുടെ പടം വരച്ചും അതുപോലെ തന്നെ പരസ്പരം ഇണചേരുന്ന ചിത്രങ്ങൾ പച്ചയായി വരച്ചുകൊണ്ടും അതിനെ അശ്ലീലമുളവാക്കുന്ന അടിക്കുറിപ്പുകളും നൽകുന്നത് ഇത്തരം വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ശൂന്യതയെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു വരുന്ന വിദ്യാലയങ്ങൾ നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വിദ്യാലയ മുറ്റങ്ങളിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പീഡനങ്ങളുടെയും അതുപോലെ തന്നെ അവിഹിതത്തിൻ്റെയും കഥയാണ്. സ്വർഗലൈംഗികത എന്ന് പറയുന്നത് തീർത്തും ശരിയാണെന്നും അതിനെ എതിർക്കുന്നവർ പ്രാകൃതരാണ് എന്നും ഇവിടെ മുദ്രകുത്തണമെന്നും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ പുതിയ വാദികളാണ്. ചുരുക്കുന്നു, നമുക്ക് ചുറ്റും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ലിബറലിസം ആശയങ്ങളെ അതിന് പേറുന്ന വെറും ചപ്പുചവറുകളായി മാത്രം വിദ്യാർത്ഥികളും പുതിയ സമൂഹവും മാറരുത്. മറിച്ച് വിദ്യാർത്ഥികളെ സാമൂഹിക മൂല്യങ്ങളും ധാർമ്മിക ബോധവുമുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കാനുള്ള വിലനിലമായി നമ്മുടെ സമൂഹവും നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി മാറട്ടെ എന്ന പ്രത്യാശയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.